ആദിസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ നിരഞ്ജനയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പം അവിടെ ജോയിൻ ചെയ്യാനായിട്ടുള്ള പോക്കാണ് കേട്ടോ. അപ്പം ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പം ഇന്ന് ഞങ്ങൾ പോയി നിരഞ്ജനെ ഹോസ്റ്റലിലേക്ക് ആക്കിയിട്ട് വരാനായിട്ട് ഞാനും സാറും നിരഞ്ജനയും കൂടി 12 മണിക്ക് കൊല്ലത്തുനിന്ന് വിടുന്ന കൊല്ലം എക്സ്പ്രസ് ഉണ്ട് കേട്ടോ. ഒരു ചെന്നൈയിൽ പോകുന്ന ഒരു എക്സ്പ്രസ് ഉണ്ട്. അപ്പം അതിനകത്താണ് ഞങ്ങൾ പോകുന്നത്. അത് തെങ്കാശി വഴിയാണ് പോകുന്നത്. അപ്പം തെങ്കാശി കഴിഞ്ഞ് രാജപാളയം കഴിഞ്ഞ് ശ്രീവല്ലിപുത്തൂർ എന്നുള്ളൊരു സ്റ്റോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അപ്പം അത് ഏകദേശം 4:45 കൂടി അവിടെ എത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു. അത്യാവശ്യം സ്ഥലമേ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഈ ചെന്നൈ ട്രെയിനുകളിൽ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സീറ്റൊക്കെ ഒപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ തെന്മല വഴിയുള്ള ഈ ഒരു യാത്രയെന്ന് പറഞ്ഞാൽ ഭയങ്കര മനോഹരമായ യാത്രയാണ് കേട്ടോ. അപ്പോൾ പണ്ടൊരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഈ ഒരു യാത്രയുടെ സൗന്ദര്യം മൊത്തവും ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് തുരങ്കങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി യാത്രയാണ് കേട്ടോ. അപ്പോഴേക്ക് സാറും കുട്ടിയും കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ഉണർന്ന് നമ്മളെല്ലാവരും 3 പേരും ചോറെല്ലാം കഴിച്ചു. ഞങ്ങൾ ചോറ് കൊണ്ടുപോയിരുന്നു കേട്ടോ. അതിനുശേഷം കുറേ സമയം സംസാരിച്ചിരുന്നു, കാരണം സമയം പോകണ്ടേ. പിന്നെ ഞാൻ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊണ്ടുപോയിരുന്നു. അപ്പം ഞാൻ കൂടെ അത് കഴിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മാരിഗോൾഡിൻ്റെ ഈ ഒരു ബിസ്ക്കറ്റ്. അപ്പം അത് ഞാൻ കഴിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ഈ ഒരു പാലം എത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തെങ്കാശി എത്തിയെന്നാണ് എൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ തെങ്കാശിയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇനി അടുത്തത് രാജപാളയം, മെയിൻ സ്റ്റേഷൻ രാജപാളയമാണ്. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് ശ്രീവല്ലിപുത്തൂർ എത്തും. അപ്പോൾ നമ്മൾ ശ്രീവല്ലിപുത്തൂർ എന്ന ഒരു സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ വളരെ ചെറിയൊരു സ്റ്റേഷനാണ് കേട്ടോ. അപ്പം ഈ ഒരു ബോർഡ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ ഫോട്ടോ എടുക്കാനായിട്ട്. ഓക്കെ, അപ്പം ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ആരുമില്ല ചോദിക്കാനും. എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ എങ്ങനെ വണ്ടി കിട്ടുമെന്നോ ഒന്നും അറിയാതെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ആർക്കെങ്കിലും ചോദിക്കാമെന്ന് കരുതി കേട്ടോ. സ്റ്റേഷൻ്റെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റേഷനിലെ അകത്ത് കൗണ്ടറൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ വെളിയിൽ എവിടെയൊക്കെയാണ് കൗണ്ടർ. അപ്പം അന്വേഷിച്ചപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ ഓട്ടോ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഓട്ടോയിലാണെങ്കിലും നമുക്ക് റെയിൽവേ സ്റ്റേഷൻ മുതൽ നമ്മുടെ കോളേജ് വരെ നമുക്ക് 300 രൂപയാണ് ചാർജ് ആവുന്നത്. പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷ പിടിച്ച് തന്നെ പോകാമെന്ന് കരുതി, കാരണം ലഗേജ് ഉണ്ട്, പിന്നെ നമുക്ക് പോയിട്ട് തിരിച്ചു വരണം. അപ്പോൾ അങ്ങനെ 1-2 കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മൾ ഓട്ടോ വിളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് ഞങ്ങൾ കോളേജിലേക്ക് പോയി. അപ്പം കോളേജിൽ ചെന്നപ്പോഴത്തേക്കും ആദ്യം ഓട്ടോറിക്ഷ കയറ്റി വിടത്തില്ലെന്നൊക്കെ പറഞ്ഞു, പണ്ട് നമ്മൾ കാറിൽ പോയതുപോലെ. പിന്നെ അവർ തുറന്നു കൊടുത്തു. ഹോസ്റ്റലിലേക്കാണ് സാധനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ, ലഗേജൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ തുറന്നു കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പോയി. അപ്പോൾ ഹോസ്റ്റലും കോളേജും ഒക്കെ ഒരേ കാമ്പൗണ്ടിൽ തന്നെയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ കേട്ടോ. മീനാക്ഷി ഹോസ്റ്റൽ എന്നാണ് എൻ്റെ പേര് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മേട്ടനെല്ലാം കണ്ട് ഹോസ്റ്റലിലെ റൂമൊക്കെ കയറി നോക്കി. അപ്പം ഞങ്ങളുടെ രഞ്ജനയുടെ റൂമിൽ 2 കുട്ടികൾ കൂടിയുണ്ട് കേട്ടോ. അപ്പം ഒരു ഫോറൻസിക്കിലെ ടീച്ചേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അവിടെ ഹോസ്റ്റലിൻ്റെ ആ ഒരു അകവശം, ഒരു നടുത്തളം എന്നൊക്കെ പറയത്തില്ല, ആ ഒരു സംഭവമാണ് കേട്ടോ. ഇങ്ങനെ ചുറ്റിനുമാണ് ആ കെട്ടിടം വരുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ലഗേജ് എല്ലാം വെച്ചു. അപ്പം സാറ് കണക്ക് വെളിയിൽ നിൽക്കുകയായിരുന്നു. സാറിന് ഹോസ്റ്റലിനകത്തേക്ക് കയറാൻ പാടില്ല. അപ്പം ആ കാണുന്നത് കേരളയുടെ PRO ഓഫീസാണ്. അപ്പം കേരളയിൽ നിന്നുള്ള ഒരുപാട് കുട്ടികളുള്ളത് കൊണ്ട് PRO ഓഫീസെല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതെല്ലാം ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്പെൻസറി, നഴ്സിംഗ് കോളേജും ഒക്കെ ഉള്ളത് കൊണ്ട് ഡിസ്പെൻസറി കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ ക്യാൻറ്റീനിൽ വന്നു, പക്ഷേ ചായയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരികെ പോയി. അപ്പം നാളെ തിങ്കളാഴ്ചയാണ്. അപ്പം നാളെയാണ് ജോയിൻ ചെയ്യുന്ന ദിവസം. അപ്പം ജോയിൻ ചെയ്തിട്ട് അവൾ നോക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, കുട്ടികളുമായിട്ടൊക്കെ പൊരുത്തപ്പെടാൻ പറ്റുമോ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പം എന്തായാലും ഒരാഴ്ച ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടത്തുള്ളൂ, നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പോൾ എന്തായാലും ഒരാഴ്ച ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അവളെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ തിരികെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. പെട്ടെന്ന് നമുക്ക് ബസ് കിട്ടും കേട്ടോ. ലോക്കൽ ബസ്സുകളൊക്കെ ഒരുപാട് വരും. ശ്രീവല്ലിപുത്തൂരിൽ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടത്തേക്ക് വേണമെങ്കിലും നമുക്ക് ബസ് കിട്ടും. നമുക്ക് തെങ്കാശിയിലോട്ട് ബസ് കിട്ടും. അതെല്ലാം നമുക്ക് തൂത്തുക്കുടിയിലോട്ടാണ് പോകേണ്ടതെങ്കിൽ ബസ് കിട്ടും. അപ്പം ഇനിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇനിയിപ്പം ഞങ്ങൾ 2 പേരും കൂടെ തെങ്കാശി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇനിയിപ്പോൾ ആദ്യം പോകുന്നത്.
പോയിട്ട് ഞാൻ പാലരുവിയിൽ കൊല്ലത്തേക്കും സാറ് അങ്ങോട്ട് പോകുന്ന പാലരുവിയിൽ തൂത്തുക്കുടിയിലേക്കുമാണ് പോകുന്നത് കേട്ടോ. അപ്പം രണ്ട് സമയത്താണുള്ളത്. ഒന്ന് 12 മണി കഴിയുമ്പോൾ തെങ്കാശിയിൽ വരും കൊല്ലത്തേക്കുള്ള പാലരുവി. കൊല്ലത്തു നിന്ന് നമ്മളെ തൂത്തുക്കുടിയിലോട്ട് പോണ പാലരുവി 3 മണി കഴിയുമ്പോഴാണ് കേട്ടോ വരുന്നത്. അപ്പം സാറ് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അവിടെ ചെന്നിട്ട് ഞങ്ങൾ 2 വശത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ ആഴ്ചത്തെ ടൈം ടേബിൾ ഇത്തരം ഒരു ട്വിസ്റ്റോട് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ശ്രീവല്ലിപുത്തൂരിൽ ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എല്ലായിടത്തേക്കുള്ള ബസ്സുകൾ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഇറങ്ങിയ ഉടനെ നമ്മളൊരു ചായയും ഒരു ബജ്ജിയും കഴിക്കാമെന്ന് തീരുമാനിച്ചു. കാരണം ചായ നമുക്ക് മുഖ്യം ബിഗിലേ. പിന്നെ നമുക്ക് അവിടെ നിന്ന് നമുക്കൊരു തെങ്കാശി ബസ് കിട്ടി. അപ്പം ഞങ്ങൾ ബസ് കയറിയ സമയം ഒരു 6:30 മണിയാണ്. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു 2 മണിക്കൂറിനകമൊക്കെ ആയിരുന്നു തെങ്കാശിയിലെത്തുന്ന സമയം. പക്ഷേ ഇത് ചുറ്റിയതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് തെങ്കാശി എന്ന് എഴുതിയേക്കുന്നത് കണ്ടുകൊണ്ട് കയറിയതാണ്. എനിക്ക് തെങ്കാശിയൊക്കെ വായിക്കാൻ അറിയാം ഗൈസ്. അപ്പം നമ്മൾ ഏകദേശം ഒരു 9:30 മണിയോട് കൂടിയാണ് തെങ്കാശിയിലെത്തിയത്. അപ്പം തെങ്കാശിയിലെത്തിയിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് അങ്ങ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് കരുതി. അപ്പം അവിടെ തന്നെ ഉള്ളൊരു തട്ടുകടയിൽ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അപ്പോൾ വെളിയിലൊക്കെ ഇരുന്നാണ് കഴിച്ചത്. നമ്മളൊരു പ്ലെയിൻ ദോശയ്ക്കാണ് പറഞ്ഞത്. പക്ഷെ അവർ കൊണ്ടുവച്ചത് നെയ് റോസ്റ്റ് ആണ് കേട്ടോ. അപ്പം 50 രൂപയുടെ പ്ലെയിൻ ദോശയ്ക്ക് പകരം 80 രൂപയുടെ ഗീ റോസ്റ്റ് എന്നവർ നമ്മളെ ഏമാത്തി. പിന്നീട് നമ്മൾ തെങ്കാശി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. അപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് നടപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക്, ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പം നമ്മൾ പതുക്കെ നടക്കുകയാണ് ഗേസ്. കാരണം നമുക്ക് പതുക്കെ അല്ലേ ഉള്ളൂ ട്രെയിൻ. അപ്പം നമ്മൾ പയ്യെ പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയപ്പോഴത്തേക്കും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതായത് തൂത്തുക്കുടിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 10 മണി ആവുന്നതേ ഉള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ടിക്കറ്റ് തരത്തോളം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും എൻ്റെ കാലൊക്കെ ഒരു പരുവായി കേട്ടോ. നല്ല വേദനയും നീരും ഒക്കെ ആയി കേട്ടോ. കാരണം ഒരേപോലെ നടക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുകയല്ലേ. ഒട്ടും റെസ്റ്റ് ഇല്ലായിരുന്നല്ലോ ഇന്നത്തെ ദിവസം. അപ്പം കാലൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് നൂത്തും ഒക്കെ പിടിച്ചുമൊക്കെ ഒന്ന് ഇരിക്കാമെന്ന് കരുതി റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം മണിയെന്ന് പറഞ്ഞാൽ 11:50 ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഏകദേശം അപ്പുറത്തെ സൈഡിലാണ്, 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് ട്രെയിൻ വരുന്നതെന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നോക്ക്, തെങ്കാശിയിൽ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ പകൽ പോലെ തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ ഇനി ഞാൻ മാത്രമാണ് ഓപ്പോസിറ്റ് 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത്. കാരണം സാറിന് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ സാറ് ടിക്കറ്റ് എടുത്തിട്ട് അപ്പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാത്രം പോവുകയാണ് കേട്ടോ. വിഷമം വന്നു കേട്ടോ എനിക്ക് അന്നേരം. അങ്ങനെ ഞാൻ പടി കയറി ഇപ്പുറത്തെ വശത്ത് വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് സാറ് ടിക്കറ്റൊക്കെ എടുത്ത് സാറും വന്നു. അപ്പോൾ സാറിനും ഏകദേശം 2-ലോ 3-ലോ ആയിരിക്കും ട്രെയിൻ വരുന്നത്. അപ്പം എന്തായാലും അതുകൊണ്ട് എൻ്റെ കൂടെ വന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് 12:30 ആയി ഗേസോ. ഞാനങ്ങ് ക്ഷീണിച്ചു. എനിക്കാണെങ്കിൽ അങ്ങ് ഉറക്കമൊക്കെ വന്നങ്ങ് ഭയങ്കര ക്ഷീണമായി കേട്ടോ. എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടുമോ എന്നാണ് സംശയം. കാരണം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പം ചീറി പാഞ്ഞ് വരുന്നത് എനിക്ക് കയറാനുള്ള പാലരുവിയാണ് കേട്ടോ. ദൈവമേ, സീറ്റ് കിട്ടുമോ എന്നുള്ള അത്യധികം വിഷമത്തോടെ ടെൻഷനോടാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. എന്തായാലും ട്രെയിൻ വന്നു, ഞാൻ ചാടി കയറുകയാണ് ഗെയ്സ്. അപ്പോൾ ഞങ്ങൾ കയറിയ സമയത്തെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പം സാറ് പുറത്ത് നിൽപ്പുണ്ട്. തൂത്തുക്കുടിയിലേക്കുള്ള ട്രെയിൻ ഒരു 3 മണിക്കൂറുടെ കഴിയുമ്പോഴേ വരത്തുള്ളൂ. അപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ കിടന്ന ഒരാളിൻ്റെ കാലൊരു ഇച്ചിരി ഒന്ന് മാറ്റി ജസ്റ്റ് അവിടെ ഒന്നിരുന്നു. ഓക്കെ, അത്രയെങ്കിലും ആയല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം തെറ്റും മാറ്റും എല്ലാ ആൾക്കാരും കിടന്ന് ഉറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടം വരെ ഉള്ളൂ. കഷ്ടപ്പെട്ട് ഞാൻ കൊല്ലത്തെത്തി ഗെയ്സ്. അപ്പോൾ ഇനി നമുക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ.